ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. 4-11 പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് ശരിവച്ചിരിക്കുന്നു. ഒരു പ്രതിയുടെ ശിക്ഷ ഉയർത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും ഒടുവിൽ 16-ാം പ്രതിയുടെ ശിക്ഷയാണ് ഉയർത്തിയത്. ഏറ്റവും ഒടുവിൽ 12:30-ക്കാണ് ഈ അപ്പീലിന്മേലുള്ള വിധി പ്രസ്താവം എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നു. ശിക്ഷാവിധി, ഈ ഉയർത്തിയ ശിക്ഷയടക്കമുള്ള വിധി 12:30-ക്ക് ആയിരിക്കും കോടതി പ്രസ്താവിക്കുക. ഫെബ്രുവരി 22, 2018 ഫെബ്രുവരി 22-നാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് അട്ടപ്പാടിയിൽ ചിണ്ടക്കി വനമേഖലയിലായിരുന്നു മധു താമസിച്ചിരുന്നത്. അവിടെ ഭക്ഷണ സാധനം മോഷ്ടിച്ചെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ പിടികൂടി ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല ചെയ്തത്, മധുവിനൊപ്പമുള്ള അങ്ങനെ മർദ്ദിച്ച അവശനായ ആ മധുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. 2018 ഫെബ്രുവരി 22-ന് രാത്രി ഗുരുതരമായി പരിക്കേറ്റ മധു ആശുപത്രിയിലേക്ക് പോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ഒരുപാട് പ്രതിഷേധങ്ങൾ കേരളമൊട്ടാകെ മധുവിന് വേണ്ടി ശബ്ദമുയർന്നു. ഒരു മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക സംഘടനകളുമൊക്കെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. തുടർന്ന് 2018 മാർച്ചിലാണ് കേസിൽ പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 16 പേർക്കെതിരെയാണ് കൊലപാതകം, ആൾക്കൂട്ടം ചേർന്നിട്ടുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തുന്നത് മാർച്ചിലാണ്. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ അന്വേഷണം തുടർന്നു. കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ നിരവധി സാക്ഷികളെയും അന്ന് കോടതി വിസ്തരിച്ചിരുന്നു. 2022-ൽ മണ്ണാർക്കാട് SC/ST കോടതി വിചാരണ വേഗത്തിലാക്കി. ഇതിനിടയിൽ ചില സാക്ഷികൾ മൊഴിമാറ്റം നടത്തിയതൊക്കെ വലിയ വിവാദമായി. 2023 ഏപ്രിൽ 4-ന് മണ്ണാർക്കാട് പ്രത്യേക കോടതി വിധി പ്രസ്താവിച്ചു. 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 2 പേരെ വെറുതെ വിട്ടു. 2023 ഏപ്രിൽ 5-ന് കുറ്റക്കാരായ പ്രതികൾക്ക് വിവിധ കാലാവധിയിലുള്ള തടവ് ശിക്ഷയും കോടതി വിധിച്ചു. ഈ ശിക്ഷാവിധിയിന്മേലാണ് അപ്പീലുമായി കോടതിയിലേക്ക് സർക്കാർ അടക്കം ഈ ശിക്ഷാവിധി മണ്ണാർക്കാട് SC/ST കോടതിയുടെ ശിക്ഷാവിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരും വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് പ്രതികളും അപ്പീലുമായി ഹൈക്കോടതിയിലെത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അപ്പീലിന്മേലുള്ള വാദത്തിലാണ് കോടതിയുടെ വിധി. നമ്മൾ അല്പസമയത്തിനകം, ഇപ്പോൾ സമയം 10:30-ആണ്, 12:30-ക്ക് കോടതി വിധി പറയും. അതിനിടയിൽ വരുന്ന സുപ്രധാന വാർത്ത, ഇതിൽ ശിക്ഷാവിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയിലേക്ക് സർക്കാർ പോയതെങ്കിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടത്? തെളിവുകളുടെ അഭാവമാണോ? എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയണമെങ്കിൽ കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ കിട്ടേണ്ടതുണ്ട്. കോടതിയിൽ നടന്നത് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതിക്കുള്ളിൽ നടന്ന കാര്യങ്ങളുടെ കൂടി വിവരങ്ങൾ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിചാരണ കോടതി വിധി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുകയാണ്. 12:30-ക്ക് ശിക്ഷാവിധി ഉണ്ടാവും. ഒന്നാം പ്രതി മേച്ചേരിയിൽ ഹുസൈനെ വെറുതെ വിട്ട സാഹചര്യം എന്താണ്? അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. ഒരിക്കൽ കൂടി പ്രദീപ് ജോസഫിലേക്ക്. പ്രദീപ്, ശിക്ഷ ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയിൽ പോയതെങ്കിലും ശിക്ഷാവിധി ശരിവച്ചിട്ടുണ്ടെങ്കിലും ഒന്നാം പ്രതിയെ വെറുതെ വിട്ടത് ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു തിരിച്ചടിയല്ലേ? തെളിവുകളുടെ അഭാവം കൊണ്ടാണ് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതിയിലും ഒക്കെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത് ഒന്നാം പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളില്ല, അല്ലെങ്കിൽ ദൃശ്യങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഉയർത്തിയിരുന്ന വാദം. ആ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാവണം ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ ഉത്തരവിനെതിരെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടി ഇനിയും വ്യക്തമാകേണ്ട ഒരു കാര്യമാണ്. കാരണം കേരള മനസാക്ഷിയെ പിടിച്ച് ഉലച്ച ഒരു കേസ് എന്നുള്ള നിലയിൽ അത്ര പെട്ടെന്ന് ആർക്കും മറക്കാവുന്ന ഒന്നല്ല. കാരണം പാവപ്പെട്ട ഒരു ആദിവാസി യുവാവ് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. ആ മർദ്ദനത്തിന് ഒടുവിൽ അയാൾ കൊല്ലപ്പെട്ടത്. മർദ്ദനം മാത്രമല്ല, ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഒരു വിഭാഗം ആളുകൾ പകർത്തുകയും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതൊരു തരത്തിലുള്ള ആഘോഷമാക്കുകയായിരുന്നു എന്നാണ് അന്ന് പൊതുസമൂഹം തന്നെ വ്യാഖ്യാനിച്ചത്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മധുവിന്റെ കുടുംബം ഉന്നത നീതിപീഠത്തെ, അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ചെയ്തത്. ഒപ്പം തങ്ങളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളും അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ പരിഗണിക്കവെയാണ് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരിക്കുന്നത്. കൂടാതെ ഒരു പ്രതിയുടെ ശിക്ഷ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. മറ്റ് 2 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായി വരുന്നതേയുള്ളൂ. എന്തായിരുന്നാലും ഈ ഒരു പ്രമാദമായ കേസ് എന്നുള്ള നിലയ്ക്ക്, പ്രമാദമായത് എന്ന് മാത്രമല്ല എന്തിന്റെ പേരിലാണ് മധുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ, അല്ലെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതായത് വിശന്നിട്ട് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള കുറ്റം ചുമത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകം തന്നെ നടത്തിയത്. അതുകൊണ്ട് തന്നെ
പുതിയ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമോ, എന്തായിരിക്കും നിലപാട് എന്നത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ഉൾപ്പെടെ നിലപാട് വ്യക്തമാകേണ്ടതുണ്ട്. കേസിൽ ആകെ ഉണ്ടായിരുന്ന 104 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഈ 104 സാക്ഷികളിൽ വിചാരണയുടെ വിവിധ വേളകളിൽ 24 സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒന്നാം പ്രതിയെ വെറുതെ വിടുന്നതിന് സഹായകരമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. മധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയാണ് കൂറുമാറിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതൊക്കെയാവാം ഒന്നാം പ്രതി ഇത്തരത്തിൽ നിലവിൽ ഒഴിവാക്കപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. മേച്ചേരി ഹുസൈൻ എന്നുള്ള ആളാണ് ഒന്നാം പ്രതി. ഇയാളെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. മറ്റുള്ളവർക്കുള്ള ശിക്ഷ ഉച്ചയ്ക്ക് 12:30 മണിക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെ അതനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. കൂടാതെ ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ മേൽ ചുമത്താറുള്ള അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ചുമത്താറുള്ള മറ്റ് വകുപ്പുകളും ചുമത്താറുണ്ട്. നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ചുള്ള വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ്. പക്ഷേ അത്തരം ഒരു കേസിലാണ് ഒന്നാം പ്രതിയെ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടിരിക്കുന്നത്. ഉത്തരവിന്റെ വിശദാംശങ്ങൾ ലഭ്യമായാൽ മാത്രമേ എന്ത് ഫാക്ടേഴ്സിന്റെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഇയാളെ വെറുതെ വിടാൻ നിദാനമായത് എന്ന് വ്യക്തമാവുകയുള്ളൂ. വൈകാതെ തന്നെ ഈ ഉത്തരവിന്റെ വിധിപ്പകർപ്പ് ലഭിക്കും. ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് പ്രമാദമായ അട്ടപ്പാടി മധു വധക്കേസിൽ ഒന്നാം പ്രതിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടിരിക്കുന്നു. ഒരു പ്രതിക്കുള്ള ശിക്ഷ ഉയർത്തിയിട്ടുണ്ട്. 2 പ്രതികളെ വെറുതെ വിട്ട കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവയ്ക്കുകയും ചെയ്തിരിക്കുന്നു.